നമസ്കാരം. കടുവയിൽ തോട്ടയ്ക്കാട് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റാണ്. അവർ നടത്തിവരുന്ന ഒട്ടേറെ കർമ്മപരിപാടികളെക്കുറിച്ച് ഞങ്ങൾ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ, മാതൃകാപരമായ, അനുകരണീയമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വേനലവധിക്കാലത്ത് കുട്ടികളൊക്കെ കളിച്ചുല്ലസിച്ച് അവരുടെ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തവണ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിലുള്ള 20ഓളം വിദ്യാർത്ഥികളെ അവർക്ക് നാടൻ പച്ചക്കറികൾ അത് എങ്ങനെ നടാം, എങ്ങനെ അതിനെ പരിപാലിക്കാം, എങ്ങനെ വിളവെടുപ്പ് നടത്താം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവർക്കതിൻ്റെ പരിശീലനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്. വളരെ വ്യത്യസ്തവും എന്നാൽ വളരെ അഭിനന്ദനീയവുമായ ഒരു കാര്യമാണ് അത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ പച്ചക്കറികൾ എങ്ങനെ ശാസ്ത്രീയമായി നട്ട് അതിനെ വളർത്തി മികച്ച വിളവെടുപ്പ് നടത്താമെന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധം അവർക്ക് നൽകുകയാണ്. മാത്രമല്ല അവർ ഈ നട്ട് പരിപാലിച്ച് വിളവെടുപ്പ് നടത്തുന്ന ഏറ്റവും മികച്ച കുട്ടിക്കർഷകർക്ക് അവർക്ക് അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഭാവിയിൽ ഇവിടെ നടത്തപ്പെടും. വരുന്ന ഓണക്കാലത്തേക്ക് വിളവെടുപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ പരിശീലനം കൊടുത്ത് അവരെ കൊണ്ട് ഈ ഒരു പച്ചക്കറി വിളവെടുപ്പ് നടത്തിക്കാനുള്ള പരിശീലനങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമൊക്കെ ഈ കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമസ്കാരം. മണമ്പൂർ പഞ്ചായത്തിലെ തന്നെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടകം വെച്ച് തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വേനലവധി കാലത്ത് കുട്ടികളുടെ കാര്യത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ ഊന്നൽ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എങ്ങനെ കൃഷി ചെയ്യാം, എങ്ങനെ കൃഷിയെക്കുറിച്ച് കുട്ടികൾ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പിന്നെ ഗ്രോ ബാഗിനകത്ത് ഈ ചെടി നടാനുള്ള പരിശീലനം ലഭിച്ചത് എങ്ങനെയാണ്? ഒരു ഗ്രോ ബാഗിനകത്ത് ഇത്തരം മിശ്രിതങ്ങളൊക്കെ നിറയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ്? ആദ്യം മണ്ണെടുത്തിട്ട് അതിനകത്ത് കുമ്മായി നിറയ്ക്കണം. എന്നിട്ട് അത് 2 ആഴ്ച വച്ചിരിക്കണം. മണ്ണാണ് എടുക്കേണ്ടത്. പിന്നെ അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിന്റെ മുകളിൽ ചാണകപ്പൊടി, പിന്നെ വേപ്പിൻ പുണ്ണാക്ക്, ഫോസ്ഫേറ്റ്, പിന്നെ അതുപോലെ ചകിരിച്ചോറ്, മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം ചേർത്ത് മിശ്രിതം ഫസ്റ്റ് നിറയ്ക്കണം നമ്മൾ ഗ്രോ ബാഗിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ കരിയിൽ വീണ്ടും മണ്ണ് നിറച്ചിട്ടാണ് നടേണ്ടത്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് വിളവെടുപ്പാനാണ് തീരുമാനം. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്യുമല്ലോ അല്ലേ? അപ്പം മികച്ച കുട്ടി കർഷകർക്ക് ഇവിടെ അവാർഡ് വരെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അത് നേടാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 250ഓളം കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് വേനലവധി സമയമാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് അവരുടെ കുട്ടികൾക്കായിട്ട് എങ്ങനെ എല്ലാവരും ഇപ്പം ഈ സമയമെല്ലാം മറ്റ് വെക്കേഷൻ പരിപാടികളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഇതെങ്ങനെ കുട്ടികളിൽ കാർഷിക ബോധം എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത വരികയും അത് നമ്മൾ അതിനുവേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തതാണ്. അതായത് ഒരു 20 വീടുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിൽ കൃഷി, അതായത് പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാം, അപ്പം വിഷമില്ലാത്ത ആഹാരം പച്ചക്കറി നമുക്ക് കഴിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് കുട്ടികളെല്ലാം വരുത്തി എങ്ങനെയൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ വളം അല്ലെങ്കിൽ സാധനം നിറയ്ക്കാമെന്നൊക്കെ മനസ്സിലാക്കുകയും അതിന് പ്രത്യേകിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ കൊണ്ട് ട്രെയിനിങ് തന്നെ കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് തന്നെ ഇതെല്ലാം നിറച്ച് വളം റെഡിയാക്കി അതിനകത്ത് വെജിറ്റബിൾ പ്ലാന്റും റെഡിയാക്കി അവർക്ക് ഇന്ന് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ നിത്യേന എത്രയോ സമയങ്ങൾ പാഴാക്കി കളയുന്നുണ്ട്. മികച്ച ഒരു വിഷരഹിതമായ ഭക്ഷണ സംസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനം തന്നെ നടത്തേണ്ട കാലഘട്ടം കൂടിയാണ്. സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്കാരവും അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശവും അതുതന്നെയാണ്. കുട്ടികളിലൂടെ മുതിർന്നവരിലേക്ക് ഈ ഒരു അവബോധം വളർത്തുക, അതുവഴി നല്ലൊരു വിഷരഹിത ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ നേട്ടം. ക്യാമറാമാൻ നവീനൻ നായരോടൊപ്പം രാഘവനുണ്ണി, കല്ലമ്പലം മീഡിയ.